ഹേ ഗായ്സ്, ബിജിനാണ്. അപ്പൊ കണ്ടപ്പോ കുറച്ച് സങ്കടം തോന്നി. അപ്പൊ അത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് തോന്നി. ആസ് എ വയനാടുകാരൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ തോന്നി. സോ വേറെ ഒന്നല്ല, ഈ വണ്ടി ഉണ്ടോ, ഇത് മാധ്യമങ്ങളോടും അതുപോലെ തന്നെ കുറച്ച് യൂട്യൂബേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, എനിവൺ ആരും ആയിക്കോട്ടെ, ഇവരോടുള്ള കാര്യമായിരുന്നു. നിങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞ് റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടി. എല്ലാരും അത് കഴിഞ്ഞ് പോയി. സോ വേറൊന്നല്ല, നമ്മുടെ ടൂറിസം അനുബന്ധിച്ച് ജീവിക്കുന്ന ഒരുപാട് പീപ്പിൾസ് ഉണ്ട് നമ്മുടെ വയനാട്ടില്. ലൈക്ക് ഈ മേപ്പാടി വസ്തു ആയിക്കോട്ടെ, വയനാട് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ടൂറിസ്റ്റുകളെ സംബന്ധിച്ച് ജീവിച്ചു പോകുന്ന കുറേ ആൾക്കാരുണ്ട്. ലൈക്ക് അതിന്ന് വരുമാനം ഉണ്ടാക്കിയിട്ട്. സോ ഇപ്പൊ അത് ടോട്ടലി നിലച്ചിരിക്കുകയാണ്. ഞാൻ ഈ വഴിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന. സോ അത്ര നല്ല രീതിയിൽ ടൂറിസത്തിനെ ബാധിച്ചിട്ടുണ്ട്. സോ പറയുമ്പം കുറച്ച് നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം വേറൊന്നല്ല, ഇതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. വേറൊന്നല്ല ഗൈസ്, ഞാനിവിടെ വന്ന സമയത്ത് എന്തോരം പേരറിയാം ഷോപ്പില്. ഇപ്പം ഈവൻ ഫുഡിന്റെ ആയിക്കോട്ടെ, ലൈക്ക് ചെറിയ ചെറിയ കടകളായിക്കോട്ടെ, മേപ്പാടി ടൗൺ ആയിക്കോട്ടെ, അമ്പലവിലായിക്കോട്ടെ, ഓൾമോസ്റ്റ് ഈ ഞങ്ങൾ ഈ പോകുന്ന സ്ഥലത്തൊക്കെ കടകളിലൊന്നും തിരക്കില്ല, ആരുമില്ല. സാധാ കർണാടക, അതർ സ്റ്റേറ്റ് എല്ലാ വണ്ടികളും ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ ഒരു വണ്ടികളില്ല. വേറൊന്നല്ല, നമ്മുടെ മാധ്യമങ്ങൾ വഴിയാണ് ഇത് നിലച്ചേക്കുന്നത്. ഇതിലുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ വേറൊന്നല്ല, ഇതൊരു മനുഷ്യനിർമ്മിതമായിട്ടുണ്ടായ ഒരു ലാൻഡ് സ്ലൈഡാ. സോ അങ്ങനെയാണ് അത് ഉണ്ടായത്, അല്ലാതെ നാച്ചുറൽ ആയിട്ട് ഉണ്ടായതല്ല. നമ്മൾ കുറച്ച് മണ്ണ് കൂട്ടിയിട്ട് അത് മഴ പെയ്തപ്പോ ഇടിഞ്ഞു വീണ് അങ്ങനെ ഉണ്ടായതല്ല, അല്ലാതെ അത് നാച്ചുറൽ ആയിട്ട് ഉണ്ടായതല്ല. സോ അതൊരു ചെറിയൊരു വസ്തു ഇത്തിരി നല്ല ബാധിച്ചിട്ടുണ്ട്. കുറച്ച് ആ ഒരു വസ്തായിട്ട് ഞാൻ കാണാം, ബേക്കിൽ ആ വസ്തായിട്ട്. അല്ലാതെ ഓൾ ടൂറിസത്തിനെ ബാധിക്കുന്ന രീതിയിൽ ഇത് പറഞ്ഞ് പൊലിപ്പിച്ചിട്ട് ഇതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് അനുഭവിക്കുന്ന കുറെ പാവങ്ങളുണ്ട്. സോ ദയവ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ കഞ്ഞൂടി മുട്ടിക്കരുത്. അപ്പൊ ജസ്റ്റ് അതൊന്ന് പറയാൻ വേണ്ടി വന്നായിരുന്നു. ഇവിടെ വന്നപ്പോ ഭയങ്കര സങ്കടമായിപ്പോയി. ഒരുപാട് പേര് ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പേ. സോ വയനാട്ടിൽ അങ്ങനത്തെ ഒരു വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ചെറിയ മനുഷ്യനിർമ്മിതമായിട്ട് ഉണ്ടായ ഒരു ലാൻഡ് സ്ലൈഡ് ആണ്. സോ അതിൽ കുറച്ച് പേരുടെ ജീവൻ പോയി അവിടെ പണിയെടുത്തോണ്ടിരുന്നേ. സോ നിങ്ങൾ മാക്സിമം വന്ന് സപ്പോർട്ട് ചെയ്യുക. ബൈ ഗൈസ്.